നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി 1600 രൂപയുടെ വിതരണം കൂടി ഈ സമയത്ത് നടത്തുന്നുണ്ട്. നവംബർ മാസം 20-ാം തീയതി മുതൽ അതിൻ്റെ വിതരണവുമുണ്ട്. ഇതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപയും അങ്ങനെ 3600 രൂപയാണ് നമുക്ക് ലഭിക്കുക. 20-ാം തീയതി മുതൽ വിതരണമുണ്ട് എന്നാണ് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരു തടസ്സവും കൂടാതെ വിതരണം എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമെല്ലാം ഒരു ബുദ്ധിമുട്ടും കൂടാതെ സഹായം എത്തിച്ചേരുന്നതായിരിക്കും. ഇതിനുവേണ്ടി പ്രത്യേക അപേക്ഷകളോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളോ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നമ്മളുടെ ഫോണിലേക്ക് ഒരു അറിയിപ്പ് പെൻഷൻ ഗുണഭോക്താവിൻ്റെ ഫോൺ നമ്പറിലേക്ക് എത്തിയിട്ടുണ്ടാകും. അത് ലഭിച്ചവർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്കിനി ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് അല്ലെങ്കിൽ കൃത്യമായിട്ട് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഫോണുകളിലേക്ക് വന്നിട്ടുള്ളത്. ഫോണിൽ മെസ്സേജ് ലഭിക്കാത്തവർക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് സർക്കാരിൻ്റെ ഒരു പ്രത്യേക നിലവിൽ ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് ഓരോരുത്തരെയും അല്ലെങ്കിൽ അർഹതപ്പെട്ടവരെ കൃത്യമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെസ്സേജായിട്ട് മാത്രമാണ്, ഒരു അലേർട്ടായിട്ട് മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായിട്ട് നിലവിൽ തദ്ദേശ വോട്ടർ പട്ടികയെല്ലാം തന്നെ പരിഷ്കരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് BLOമാർ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോമുകൾ നൽകുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. പൂരിപ്പിച്ച ഫോമുകൾ തിരികെ വാങ്ങുകയും കൃത്യമായിട്ടൊരു രസീത് നമുക്ക് നൽകുകയും ഒക്കെയാണ് ഈ സമയത്ത് ചെയ്യുന്നത്. നവംബർ മാസം ആരംഭിച്ച ഈ പ്രക്രിയ ഡിസംബർ മാസം 4-ാം തീയതി വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളോടെ നമ്മളുടെ വീടുകളിലും ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി വീട്ടിൽ ഇല്ല എങ്കിൽ പ്രവാസികളൊക്കെ ആണെങ്കിൽ ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. ഇതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലുണ്ട്. അതുകൂടി കൃത്യമായിട്ട് പരിശോധിച്ച കാര്യങ്ങൾ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രവാസികളും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ സപ്ലൈകോ വഴി ലഭിക്കുമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട്. മുൻപ് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമുക്ക് സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ നോൺ സബ്സിഡിയും കൂടി ചേർത്ത് പരമാവധി 2 ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. 319 രൂപയാണ് നിലവിലെ നിരക്ക്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടായിട്ട് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇനി 1000 രൂപയ്ക്ക് മുകളിൽ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക വിലക്കിഴിവുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ UPI പേയ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് സപ്ലൈകോ വഴി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സപ്ലൈകോയുടെ 50-ാമത് വാർഷികമൊക്കെ അനുബന്ധിച്ചാണ് ഇത്തരത്തിൽ വമ്പൻ ആനുകൂല്യങ്ങൾ ഈ സമയത്ത് സപ്ലൈകോ വഴിയൊക്കെ ലഭ്യമാകുന്നത്. കാർഡ് ഉടമകൾ സപ്ലൈകോയിലെത്തി സബ്സിഡി ഉൽപ്പന്നങ്ങളും നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ നോർക്ക കെയർ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നിരുന്നു. അതിലേക്കുള്ള അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം നവംബർ മാസം 30-ാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാസമ്പന്നത, സ്കോളർഷിപ്പ്, കോച്ചിങ് അസിസ്റ്റൻസ് തുടങ്ങിയ സ്കീമുകളെല്ലാം 15-ാം തീയതി വരെയാക്കി ഇപ്പോൾ ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് അന്വേഷിക്കുന്ന പ്രവാസികളുമെല്ലാം ഈ ഒരു സമയം കണ്ടുകൊണ്ട് എത്രയും വേഗം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. ഇതുപോലുള്ള വിവിധ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി അറിയിപ്പുകളെല്ലാം മുടക്കം കൂടാതെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.